ഭാര്യമാരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാരിൽ നിന്നും ഉണ്ടാകുന്ന 5 ഗുരുതര വീഴ്ചകളിൽ ഒന്നാമത്തത് അവളുടെ സ്വപ്നങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു പുരുഷനെ പോലെ തന്നെ സ്ത്രീക്ക് ജോലിയോടോ പഠനത്തോടോ വലിയ ആഗ്രഹമുണ്ടായേക്കാം. എപ്രകാരം എൻ്റെ കരിയർ, എൻ്റെ ഫാമിലിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു യുവാവ് ആഗ്രഹിക്കുന്നത് പോലെ അവളെ വളർത്തി വലുതാക്കി വിവാഹം ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന സ്വപ്നം അവൾക്കും ഉണ്ടായേക്കാം. ഒരു കുടുംബം തുടങ്ങുമ്പോൾ, കുടുംബജീവിതം തുടങ്ങുമ്പോൾ ഒരു പക്ഷെ ഭർത്താവിനോട് അവൾ അത് പറഞ്ഞാൽ ഉടനെ തന്നെ എടുത്തടിച്ച കണക്ക് നീ വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ അഭിപ്രായത്തെ കേൾക്കുക പോലും ചെയ്യാതെ മാനിക്കാതെ തള്ളിക്കളയുമ്പോൾ അവൾ മാനസികമായിട്ട് അവിടെ മരണപ്പെടുകയാണ്. അവളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണപാടെ മരണസമാനമായി പോവുകയാണ്. ഒരു പിന്തുണയുടെ വാക്കുപോലും കൊടുക്കാതെ അവളോട് അങ്ങനെ പറയുന്നത് അവളെ നിരാശപ്പെടുത്തുമെന്നുള്ളത് തീർച്ചയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരുടെ അഭിപ്രായത്തെ എത്രമാത്രം മാനിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ്. അതുപോലെ തന്നെ അവളുടെ ആവശ്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അവൾക്ക് വേണ്ടത് വലിയ വിലപിടിപ്പുള്ള ഒരുപാട് സമ്പത്ത് ചിലവഴിച്ച് വാങ്ങുന്ന സമ്മാനങ്ങളോ മറ്റോ ഒന്നുമല്ല സഹോദരങ്ങളെ. കുറച്ച് സമയം, അല്ലെങ്കിൽ ചെറിയൊരു സഹായം, ചെറിയ ഒരു കരുതൽ. വീട്ടുപണി ചെയ്യുമ്പോൾ അവരോടൊപ്പം കൂടുക. അവൾ തളർന്നിരിക്കുമ്പോൾ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരാൾ, അതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ സമയത്ത് നാം ഫോണിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും റീൽസിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിട്ടും തനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അവർക്ക് അനുഭവപ്പെടുക. അതും പാടില്ല. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യത്തെ നാം ഒരു കാരണവശാലും അവഗണിക്കുക എന്നുള്ളത്, അവൾക്ക് പനിയോ തലവേദനയോ അതേപോലെ മേലുവേദനയോ ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പോലും ചോദിക്കാതെ നമ്മൾ പോകുന്നത് അവളുടെ മനസ്സിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തക്ക തരത്തിൽ വേദനയുണ്ടാക്കുമെന്നുള്ളത് 100% ഉറപ്പുള്ള വിഷയമാണ്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നാം എന്താ ചെയ്യേണ്ടത്? ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കിക്കൊണ്ട് കൊടുത്തിട്ട് സ്നേഹത്തോടെ, പുഞ്ചിരിയോടെ, സമാധാനത്തോടെ അവളോട് തടകി തലോടിക്കൊണ്ട് പറയുക, ഞാനുണ്ട്. ഈ ചെറിയ കാര്യങ്ങൾ പോലും കുടുംബജീവിതത്തിലെ ബന്ധങ്ങളെ വലുതാക്കും. അതുപോലെ അവളുടെ സാമ്പത്തിക ആശങ്കകൾ മനസ്സിലാക്കാതിരിക്കുക. വീട്ടു ചെലവിനെ കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഒക്കെ അവൾ സംസാരിക്കുമ്പോൾ അത് നാം ഗൗരവമായി എടുക്കുന്നില്ല. നമ്മുടെ ഭാര്യ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നീ എന്തിനാ അതൊക്കെ നോക്കുന്നേ എന്ന് നാം പറയുന്നുണ്ട് എങ്കിൽ അപ്പോൾ അവർക്ക് അവരുടേതായ മനസ്സിൽ തോന്നുന്നത് ഞാൻ ഒറ്റയ്ക്കാൻ, എൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഈ വീട്ടിൽ ആരുമില്ല, എല്ലാം ഇവിടെ അവരുടേതായ താല്പര്യത്തിനനുസരിച്ച മുന്നോട്ട് പോകുന്നേ എന്ന് ചിന്തിക്കും. കുടുംബം എന്നത് ഒരാളുടെ ഉത്തരവാദിത്തമല്ല, 2 പേരുടെയും ഉത്തരവാദിത്തമാണ്. അവിടെ ചെയ്യേണ്ടത് നാം നമ്മുടേതായ ബിൽഡിങ്ങിലും പ്ലാനിങ്ങിലും നാം ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അവരെ കൂടി ഒപ്പം കൂട്ടുക, അവരെയും അതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സംസാരിക്കാൻ സമയം കണ്ടെത്താതിരിക്കുക. ഇതാണ് ഏത് കുടുംബം എടുത്താലും ഏറ്റവും വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നത്. ദിവസം കുറച്ച് മിനിറ്റെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പോലും നമ്മുടേതായ പരസ്പര ബന്ധത്തെ സുദൃഢമാക്കും. പക്ഷേ നമ്മൾ ജോലി കഴിഞ്ഞ് പുറത്തുപോയി നമ്മൾ വീണ്ടും നോക്കുന്നത് നമ്മുടെ ഫോണിലേക്കാണ് എങ്കിൽ, നമ്മുടെ ശിരസ്കരായ അവളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യുന്നില്ലെങ്കിൽ അവൾ അവിടെ വീണ്ടും ഒറ്റയ്ക്കിരിക്കുകയാണ്. അങ്ങനെ ആ മനസ്സുകൾ പതിയെ അകലാൻ തുടങ്ങും. പരസ്പരം സംസാരമില്ലല്ലോ. സംസാരമില്ലാത്തൊരു വീട് കേവലം ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരു ഹോട്ടലിന് സമാനമാകും. സഹോദരങ്ങളെ, ഭാര്യമാർ വെറും വീട്ടു ജോലിക്കാരല്ല, നാം മനസ്സിലാക്കണം. ഭാര്യമാർ കേവലം ഒരു വീട്ടു ജോലിക്കാരിയല്ല, അവൾ നമ്മുടെ ജീവിത പങ്കാളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളവർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ലവരാണ്. ഈ 5 തെറ്റുകൾ നമ്മളിൽ നിന്ന് ഉണ്ടെങ്കിൽ തീരെ ഇത് കേൾക്കുന്നതോടുകൂടി ഇത് പാടെ മാറ്റാൻ നാം തയ്യാറാകണം. അവരുടെ സ്വപ്നങ്ങൾക്കും നാം ചിറക് കൊടുക്കണം. അവരുടെ ആവശ്യങ്ങൾ നാം കേൾക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബജീവിതങ്ങൾ ഇമ്പമുള്ളതാക്കി തരട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, ഭാര്യ പെങ്ങന്മാർക്കൊക്കെ അല്ലാഹു വലിയ തൗഫീഖും ഖൈറും നസീബാക്കട്ടെ. ഈ 5 വിലപ്പെട്ട ഉപദേശങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി നാം അയച്ചു കൊടുത്ത് അവരെ കൂടി ഒന്ന് ബോധവൽക്കരിക്കുക. മറ്റൊരറുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.